യുഎസിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 145% തീരുവ ചുമത്തിയതിൽ ഡൊണാൾഡ് ട്രംപിന് ചൈനയുടെ മറുപടി. നടപടിയെ ഭയക്കുന്നില്ലെന്നാണ് ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ് പറഞ്ഞത്. യുഎസിന്റേത് ഏകപക്ഷീയമായ ഭീഷണിയാണെന്നും ഇതിനെ ചെറുക്കാൻ യൂറോപ്യൻ യൂണിയൻ തങ്ങളുമായി കൈകോർക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ചൈനയ്ക്ക് മേൽ യുഎസ് 145% നികുതിയാണ് ചുമത്തിയിരിക്കുന്നത്. യുഎസിന്റെ ഏകപക്ഷീയമായ ഭീഷണിയെ ചെറുക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിവരികയാണ് ചൈന. സ്പാനിഷ് പ്രസിഡന്റ് പെട്രോ സാഞ്ചസുമായി ബെയ്ജിംഗിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ് യൂറോപ്യൻ യൂണിയന്റെ സഹകരണം തേടിയത്. രാജ്യാന്തര നീതിയുടെ സംരക്ഷണത്തിനായി ഏകപക്ഷീയമായ ഭീഷണിപ്പെടുത്തലിനെ സംയുക്തമായി ചെറുക്കണം. ചൈന ഈ യുദ്ധങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷെ അത് ഭയപ്പെടുന്നുമില്ല. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ യുഎസ് ശരിക്കും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇത്തരം പെരുമാറ്റങ്ങൾ അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. വ്യാപാര യുദ്ധത്തിൽ ആരും ജയിക്കാൻ പോകില്ലെന്നും മറിച്ച് ഒറ്റപ്പെടലിന് മാത്രമേ ഇത് വഴിയൊരുക്കുന്നുവെന്നും ഷി ജിൻപിങ് കൂട്ടിച്ചേർത്തിരുന്നു. മറ്റ് രാജ്യങ്ങൾക്ക് മേൽ ഏർപ്പെടുത്തിയ പകരച്ചുങ്ക് 90 ദിവസത്തേക്ക് മരവിപ്പിച്ച യുഎസ് ചൈനയ്ക്ക് മേൽ ഏർപ്പെടുത്തിയ തീരുവ വീണ്ടും ഉയർത്തുകയായിരുന്നു. ഇതോടെ യുഎസ് ചൈന നേരിടുന്ന വ്യാപാര യുദ്ധമായി താരിഫ് പ്രഖ്യാപനം മാറി. എന്നാൽ ഇപ്പോഴത്തെ വ്യാപാര യുദ്ധം യുഎസിന് കനത്ത തിരിച്ചടിയായേക്കും. കാരണം ചൈന അമേരിക്കയെ ആശ്രയിക്കുന്നതിനേക്കാൾ കൂടുതൽ അമേരിക്ക ചൈനയെ ആശ്രയിക്കുന്നുണ്ട്. സ്മാർട്ട് ഫോണുകൾ, കമ്പ്യൂട്ടറുകൾ, കളിപ്പാട്ടങ്ങൾ തുടങ്ങിയ ഉപഭോക്തൃ വസ്തുക്കളാണ് ചൈനയിൽ നിന്നും യുഎസ് പ്രധാനമായി ഇറക്കുമതി ചെയ്യുന്നത്. വ്യാവസായിക സാമഗ്രികൾ, സോയാബീൻ, ഫോസിൽ ഇന്ധനങ്ങൾ, ജെറ്റ് എഞ്ചിനുകൾ എന്നിങ്ങനെ ഉപയോക്താക്കളെ നേരിട്ട് ബാധിക്കാത്ത ഉൽപ്പന്നങ്ങളാണ് ചൈന യുഎസിനെ ആശ്രയിക്കുന്നത്. അതേസമയം പകരച്ചുങ്കം ഏർപ്പെടുത്തിയ നടപടിയിൽ യുഎസുമായി ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ചർച്ചകൾ ആരംഭിച്ചിരുന്നു. പകരച്ചുങ്കം മരവിപ്പിച്ച യുഎസ് നടപടി ആശ്വാസകരമാണെന്നും കൂടുതൽ ചർച്ചയ്ക്ക് ഇത് അവസരം നൽകുമെന്നും കേന്ദ്ര വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ പ്രതികരിച്ചിരുന്നു. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് യുഎസ് നേരത്തെ 26% പകരച്ചുങ്കമാണ് ഏർപ്പെടുത്തിയത്. നേരത്തെ തന്നോട് ചർച്ച നടത്താൻ ശ്രമിക്കുന്ന രാജ്യങ്ങൾ എന്തിനും തയ്യാറാണെന്ന് ട്രംപ് പ്രതികരിച്ചിരുന്നു. ഒത്തുതീർപ്പിലെത്താൻ രാജ്യങ്ങൾ വിളിച്ചു കെഞ്ചുകയാണെന്നും ട്രംപ് പരിഹസിച്ചിരുന്നു. അമേരിക്കയുടെ താരിഫ് നയങ്ങൾക്കെതിരെ സഖ്യം ചേരാനുള്ള ചൈനയുടെ ക്ഷണം നിരസിച്ച് ഓസ്ട്രേലിയ. യുഎസ് ചുമത്തിയ 10% ഇറക്കുമതി ചുങ്കത്തിൽ ഓസ്ട്രേലിയ ആശങ്ക അറിയിച്ചിരുന്നു. മധ്യസ്ഥ ചർച്ചകളിലൂടെ തീരുവയിൽ മാറ്റം വരുത്തുമെന്നാണ് ഓസ്ട്രേലിയയുടെ പ്രതീക്ഷ. യുഎസിന് വെളിയിൽ മറ്റ് കയറ്റുമതി സാധ്യതകളും രാജ്യം തിരയുന്നുണ്ട്. ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് മുൻകൂട്ടി നിശ്ചയിച്ച തീരുവ 105% നിന്നും 125% ഉയർത്തിയതായി ട്രംപ് കഴിഞ്ഞ ദിവസമാണ് പ്രഖ്യാപിച്ചത്. എന്നാൽ നിലവിൽ അമേരിക്കയിലേക്കുള്ള എല്ലാ ഇറക്കുമതിക്കും മുമ്പ് തീരുമാനിച്ച 20% കൂടി ബാധകമാണെന്ന് വൈറ്റ് ഹൌസ് സ്ഥിരീകരിച്ചിരുന്നു. ഇന്ത്യ ഉൾപ്പെടെയുള്ള മറ്റ് രാജ്യങ്ങൾക്ക് മേൽ ചുമത്തിയ അധിക തീരുവ അമേരിക്ക മരവിപ്പിച്ചിട്ടുണ്ട്. ചൈനയ്ക്ക് മേൽ മാത്രമാണ് തീരുവ വർധന. അതേസമയം തീരുവ വിഷയത്തിൽ യുഎസുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്നും ചൈന അറിയിച്ചിട്ടുണ്ട്. ചൈനയ്ക്ക് മേൽ യുഎസ് ചുമത്തുന്ന അസാധാരണമായ ഉയർന്ന തീരുവ അന്താരാഷ്ട്ര വ്യാപാര നിയമങ്ങളുടെയും അടിസ്ഥാന സാമ്പത്തിക ചട്ടങ്ങളുടെയും സാമാന്യ യുക്തിയുടെയും ലംഘനമാണെന്നും ചൈനയുടെ സ്റ്റേറ്റ് കൗൺസിൽ താരിഫ് കമ്മീഷൻ പ്രസ്താവനയിൽ പറഞ്ഞു. യുഎസിന്റെ തീരുവ വർധനയ്ക്കെതിരെ ചൈന ലോക വ്യാപാര സംഘടനയെ സമീപിച്ചിട്ടുണ്ട്. അമേരിക്കൻ നയത്തിനെതിരെ തങ്ങൾക്കൊപ്പം ചേരാൻ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ് യൂറോപ്യൻ യൂണിയന്റെ അംഗരാജ്യങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് തീരുവ ഉയർത്തിക്കൊണ്ടുള്ള ചൈനയുടെ നീക്കം ഉണ്ടായത്.